ഹായ് ഫ്രണ്ട്സ്, അസാക്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരം വെളുത്തപ്പോൾ തൊട്ട് മഴയാണ് കേട്ടോ. മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴ. ഇപ്പോൾ ദേ ഒരു ചെറിയൊരു തോർച്ച വന്നേ. അന്നേരം വെളിയിലോട്ടൊന്ന് ഇറങ്ങിയതാണ്. തോടൊക്കെ നിറഞ്ഞു. അതിനൊക്കെ പുറകിൽ കണ്ടമാണ്. കണ്ടം നിറഞ്ഞു കളഞ്ഞിട്ട് മോട്ടർ അടിച്ചത് വറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ആകെപ്പാടെ തണുപ്പും മഴയും ഒന്നും പറയണ്ട. നല്ല രസമാണ് അല്ലേ? നിങ്ങളുടെ ഇവിടെയൊക്കെ മഴയുണ്ടോ? എല്ലാവർക്കും മഴയാണോ? എല്ലാവരും സേഫായിട്ടിരിക്കണേ. അപ്പോൾ ഞങ്ങളിപ്പോൾ മുറ്റത്തോട്ടൊന്ന് ഇറങ്ങിയത് എന്തിനാണെന്നറിയാവോ? തോടൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുവാണേ. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് വലയിട്ട് നോക്കാമെന്ന് കരുതി. നമ്മളെ മോട്ടർ നടത്തുന്നതിൻ്റെ അടുത്ത് വന്നിരിക്കുവാണേ. മോട്ടർ നടത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതായി കാണുന്നത് കണ്ടോ? വെള്ളം നിറഞ്ഞ് കിടക്കുക കണ്ടോ? ഇവിടെ അച്ഛനും മോളും വലയിടാൻ വന്നിരിക്കുവാണേ. ഞാനും ഉണ്ട് കൂട്ടത്തിൽ. സത്യം പറഞ്ഞാൽ വലയിടാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. അതിന് മുമ്പ് ഇവിടെ മീൻ പിടിച്ചു, വറക്കുന്നു, പപ്പാസ് വെക്കുന്നു, എന്തൊക്കെയാണ് പറയുന്നത് എനിക്കറിയത്തില്ല. തോട്ടി കിടക്കുന്ന മീനാണ്. എന്തായാലും ഒന്ന് വീശി നോക്കാതെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. 1-2 പ്രാവശ്യം വീശി, കുറച്ച് ഇങ്ങനെ പള്ളത്തി അങ്ങനെയുള്ള ചെറിയ മീനൊക്കെ കിട്ടിയേ. അപ്പോൾ എന്തെങ്കിലും വലുത് കിട്ടുമോ എന്നറിയാൻ വേണ്ടി നോക്കാം. നല്ല ഒഴുക്കുള്ളപ്പോഴാകുമ്പോൾ വലിയ മീനുണ്ടെങ്കിൽ കിട്ടും. അങ്ങനെ അത് നോക്കാമെന്ന് കരുതി വന്നതായിരുന്നു. തോടും ആറുമൊക്കെ അടുത്തുള്ളവർക്കൊക്കെ ഇതായിരിക്കും ഇപ്പോൾ പണി. മിക്കവാറും ചൂണ്ടയിടയിലും വലയിടലും അതിനൊക്കെ കൂടുവെക്കലൊക്കെ ഇപ്പം നിയമപരമായിട്ട് തെറ്റാണല്ലോ. ഇവിടെയൊക്കെ ഇന്നൊന്നും ഇങ്ങനെ ആരും കൂടൊന്നും വെക്കുന്ന കാണാറില്ല ഇപ്പം. ഏതായാലും വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ റോഡും മോശമാകും, വഴിയൊക്കെ ഭയങ്കര മോശമാണ്. അപ്പോൾ യാത്രയൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും ശരി, ചൂടിനൊരു ശമനമായല്ലോ എന്നുള്ള സന്തോഷമുണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. ഞങ്ങളുടെ സ്ഥലത്തൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ പുല്ലൊക്കെ ഇങ്ങനെ കിളിച്ച് വന്ന് നടപ്പെല്ലാം ഭയങ്കര മോശമായി മാറുന്നത്. ഇത് ഏതായാലും വലയിട്ട് നോക്കാൻ പോവാണ്. നോക്കാം വല്ലതും കിട്ടുമോയെന്ന്. നന്നായിട്ട് വിരിഞ്ഞു വന്ന് കണ്ടോ വല വീശിയപ്പം. ചെളിയുണ്ട് നന്നായിട്ടേ. ആറ്റിലാണ് നമ്മൾ വീശുന്നതെങ്കിൽ ഇത്രയ്ക്കും ചെളി വരത്തില്ല. ഇത് പക്ഷേ നന്നായിട്ട് ചെളിയുണ്ട്. ചെളിക്കകത്തങ്ങ് പുതഞ്ഞിട്ടേ വല കിട്ടത്തുള്ളൂ. വലിച്ച് നോക്കുമോ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാമല്ലോ. മിക്കവാറും അങ്ങനെ വീശുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടാറുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടും. എടുത്തു കേട്ടോ. നമുക്ക് കിട്ടിയ മീൻ കണ്ടോ? അതെ, ഒരു വലിയ മീനാട്ടോ. സിലോപ്പിയാന്ന് തോന്നുന്നേ. ഇപ്പം നമ്മൾ കാണിച്ചില്ലായിരുന്നോ വീശുന്നത്? അന്നേരം കിട്ടിയതാ. ഇത് വലിയതാ കേട്ടോ. വലുതെന്ന് വെച്ചാൽ സാമാന്യം വലുതാ. ഒരു 1 കിലോയിൽ കൂടുതലുണ്ട്. ഒന്നൊന്നും അല്ലെന്ന് എനിക്കത് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്നാലും ഞാനതിനെ കണ്ടിട്ട് പറയായിരുന്നു. ഒരു 1 കിലോയുടെ മേളിലുണ്ട്. കാണിക്കാവേ. ഇത് കണ്ടോ? അവൻ കിടന്ന് ചാടുന്ന ചാട്ടം കണ്ടോ? ദേ സിലോപ്പിയാണോ? ദേ കണ്ടോ? ഒരു 1 കിലോയ്ക്ക് മേളിലുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് റെഡിയാക്കുന്ന കാണിക്കാം ഞാൻ. അപ്പോൾ തൽക്കാലം വീശി നോക്കട്ടെ, വല്ലതും കിട്ടുമോ എന്നറിയാമല്ലോ. അങ്ങനെയുണ്ട് നമ്മുടെ മീൻ. കൊള്ളാവോ? തോട്ടിൽ നിന്ന് ഇപ്പം പിടിച്ചതാ. ഇപ്പം വീശുന്ന കാണിച്ചില്ലേ? ഇപ്പം വീശിയപ്പോൾ കിട്ടിയതാ. നമുക്ക് ആ മീനൊന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അതെ, ഒത്തിരി വലുതായത് കാരണം വെട്ടാൻ കുറച്ച് പാടാണ്. പിച്ചാത്തിക്കൊക്കെ നല്ല മൂർച്ചയില്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. ഈ മുള്ളിനൊക്കെ ഭയങ്കര കട്ടിയാണ്. മുള്ളിനും ചിറകിനും ഒക്കെ ഭയങ്കര കട്ടിയാണ്. അതൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പം നമുക്കത് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇത് ഈ വളർത്തുമീനില്ലേ, സിലോപ്പി എന്ന് പറയുന്നത്, അതാണ്. എവിടുന്നോ കുഞ്ഞായിരുന്നപ്പോൾ ചാടിപ്പോയി ആറ്റിൽ കിടന്ന് വളർന്ന് വലുതായതാണ് കേട്ടോ. ഈ നമ്മൾ കൊടുക്കുന്ന തീറ്റിയൊന്നുമല്ല. സാധാരണ നാട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന തീറ്റിയൊക്കെ കഴിച്ച് നല്ല വളർന്ന് നല്ല മുട്ടനായിട്ട് വന്നിരിക്കുക. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കറി വെച്ച് കഴിഞ്ഞാൽ. വളർത്തുമീനാണെങ്കിൽ അത്രയ്ക്കും ടേസ്റ്റ് വരത്തില്ല. ഇത് പക്ഷേ ആറ്റിൽ കിടന്ന് വളർന്നതായത് കാരണം നല്ല സ്വാദായിരിക്കും. ദേ നമ്മൾ ആ മീനെല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്ത് കണ്ടോ? ദേ നല്ലോണം എല്ലാം കളഞ്ഞ് എല്ലാം വൃത്തിയാക്കി എടുത്ത് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വരഞ്ഞെടുക്കണം വറക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത് കണ്ടോ? നല്ല ചെതുമ്പലെല്ലാം കളഞ്ഞ് നല്ലോണം ഉരച്ച് വൃത്തിയാക്കി എടുത്ത് ഇനിയിപ്പോൾ നമുക്കിന്ന് വരയാം. നല്ലോണം ദശക്കനമുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 1 കിലോയിൽ കൂടുതലുണ്ടായിരുന്നു ഈ മീനെ. നമ്മൾ വെട്ടിക്കഴുകി എടുത്തപ്പോൾ പോലും 1 കിലോയുടെ അടുത്തുണ്ട് ഈ മീൻ. അപ്പോൾ ഇത് നന്നായിട്ട് വരഞ്ഞ് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ഇച്ചിരി അടുത്തടുത്ത് വരയാം. അപ്പം നന്നായിട്ട് എരിവൊക്കെ പിടിക്കുമല്ലോ.
നമുക്ക് ഈ സാധനം കൊണ്ടൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാം കേട്ടോ. ഇത്രയും വലിയ മീനൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അതൊക്കെ ഉണ്ടാക്കണം. ഇതൊക്കെ മുഴുവൻ വറുത്ത് കളയുന്നതിനേക്കാളും നല്ലത് നമുക്ക് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്കിതുകൊണ്ടൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാവേ. നമ്മളെ വലയിടുന്നതും മീൻ പിടിക്കുന്നതും അതുകൊണ്ടൊക്കെ വെട്ടിക്കഴുകുന്നതും എല്ലാം കാണിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഭയങ്കര ലെങ്ത് ആകുന്നേ. അപ്പോൾ നമുക്കിപ്പോൾ ഇത് വൃത്തിയായിട്ട് വെട്ടിക്കഴുകി വരഞ്ഞ് വെക്കുന്നിടം വരെ ഇപ്രാവശ്യം കാണിക്കാം. അടുത്ത വീഡിയോയിൽ ഈ മീൻ എങ്ങനെയാണ് കറി വെക്കുന്നത്, ഞാനിത് എന്തോ ചെയ്യാൻ പോണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇപ്പം നമുക്ക് ഈ മീനെല്ലാം നല്ല വൃത്തിയായിട്ട് വരഞ്ഞ് കഴുകിയെടുത്ത് വെക്കാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ അടുത്ത വീഡിയോയ്ക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇത് എന്തുവാ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമ്മൾ ഈ മീൻ കറി വെക്കുന്ന വീഡിയോയായിട്ട് വീണ്ടും കാണാം.